പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 63-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ! ആത്മാവും ജീവനുമായ വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. നമ്മൾ ഹൃദയം തുറന്ന് ഈ ദൈവവചന സ്വീകരണത്തിന് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവച്ച് പ്രാർത്ഥിക്കുന്നത് ഫാദർ പോൾ വടക്കംമുറി CMI ആണ്. അച്ഛന് മരിയൻ വചനതീരം എന്ന റിട്രീറ്റ് സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. കുമരകത്താണ് ഈ ധ്യാന കേന്ദ്രമുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൽ അനേക ഇടങ്ങളിൽ ഈശോയെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനമായി ഭാരതത്തിലുടനീളം വിദേശ രാജ്യങ്ങളിലൊക്കെയും അതിശക്തമായ രീതിയിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പോളച്ചനാണ് ഈ സമയങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടു കൂടി വചനവേദിയിലേക്ക് സ്നേഹപൂർവ്വം നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവിൻ്റെ വലിയ സ്നേഹവും അനുഗ്രഹവും ശക്തമായൊരു സാന്നിധ്യവും നമുക്കെല്ലാവർക്കും വെളിപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം അനുഗ്രഹത്തോടെ ജീവിച്ച്, കൃപയോടെ ജീവിച്ച്, അവിടുത്തെ പരിപാലനയും സ്നേഹവും കാരുണ്യം എല്ലാം അനുഭവിച്ച് പുതുവർഷത്തിൻ്റെ ശക്തമായൊരു കൃപ സ്വീകരിക്കുവാൻ നമുക്ക് ഈ രാവിൽ ആഗ്രഹിക്കാം. ലോകം മുഴുവനിലുമുള്ള, സകല ഭൂഖണ്ഡങ്ങളിലുമുള്ള, എല്ലാ രാജ്യങ്ങളിലുമുള്ള കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഈ രാവിൽ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുമ്പം അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന, കരുണ കാണിക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന, മുറിവുകൾ വെച്ച് കെട്ടുന്ന, ബന്ധനങ്ങൾ അഴിക്കുന്ന അധികാരമുള്ള കർത്താവും രാജാവുമാണ്. ആ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ആ മഹത്വം, ആ നിലവാരം പ്രിയപ്പെട്ടവരെ ജീവിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത്രമേൽ ശക്തനായൊരു ദൈവം നമുക്കുണ്ടായിട്ട്, ഇത്രമേൽ അരികിൽ നമ്മോടൊപ്പം ഒരു ദൈവം ഉണ്ടായിട്ട്, ആ ദൈവം കൂടെ ഉള്ളതിൻ്റെ ശക്തിയും വീര്യവും ബലവും കരുത്തും പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രകടമാക്കിയില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ശക്തിയില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ ദൈവം നമ്മുടെ കർത്താവും രാജാവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ കർത്താവും രാജാവുമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ഈശോ മിശിഹ എന്ന് നമ്മൾ വിളിക്കുമ്പം, ഈശോയെ നീ മിശിഹായാണ്, നീ രാജാവാണ്, നീ കർത്താവാണ് എന്നാണ് നമ്മൾ ഏറ്റുപറയുന്നത്. ഈശോ മിശിഹ, യേശു ക്രിസ്തു, അവൻ നമ്മുടെ കർത്താവും രാജാവും നാഥനുമായി നമ്മളെ ഭരിക്കുമ്പം, നമ്മളെ നയിക്കുമ്പം, നമ്മളെ നടത്തുമ്പം നമ്മൾ വിശ്വാസികൾ ഏറ്റുപറയണം, എനിക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമായ ഒരു ഉൾക്കാഴ്ച ഈ രാവിൽ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കാമെന്ന് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. അത് അപ്പസ്തോലന്മാരുടെ വലിയ വിശ്വാസമാണ്, അത് ജനതകളുടെ വലിയ പ്രതീക്ഷയാണ്, അത് സഭയുടെ നിരന്തരമായ ഏറ്റുപറച്ചിലാണ്. നമുക്ക് നമ്മുടെ ഈശോ രാജാവാണ്, കർത്താവാണ്, യുഗങ്ങളുടെ അധിപതിയാണ്, ആദി മുതലുള്ളവനാണ്. ഈശോ രാജാവാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അപ്പസ്തോലന്മാരുടെ പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും സുവിശേഷവും എല്ലാം. മത്തായി സുവിശേഷകൻ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാ? ഈശോ മിശിഹായുടെ വംശാവലി. ആ വംശാവലി എന്തിൻ്റെ വംശാവലിയാണ്? അത് രാജാക്കന്മാരുടെ വംശാവലിയാണ്, രാജകുടുംബത്തിൻ്റെ വംശാവലിയാണ്. ദാവീദ് രാജകുടുംബത്തിൻ്റെ വംശാവലി.
പ്രിയപ്പെട്ടവരെ, ദാവീദിന് ഒരു വാഗ്ദാനം കർത്താവായ ദൈവം നൽകിയിരുന്നു. ആ വാഗ്ദാനം, നിൻ്റെ സന്തതി എന്നേക്കും ഭരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഈ വചനവും ഈശോയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ വചനം, 2 സാമുവേലിലെ ഈ വചനം യേശുക്രിസ്തുവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യേശു രാജാവാണ് എന്നുള്ളതിൻ്റെ ഉന്നതമായ ബോധ്യം. ആ രാജ്യത്വം മാത്രമാണ് എന്നേക്കും നിലനിൽക്കുന്നത്. ബാക്കി എല്ലാ രാജാക്കന്മാരും, നമ്മൾ ചരിത്ര പാഠപുസ്തകങ്ങളിൽ എന്തുമാത്രം രാജാക്കന്മാരുടെ പാഠങ്ങൾ പഠിച്ചവരാണ്, നമ്മളൊത്തിരി സംസ്കാരങ്ങൾ പഠിച്ചവരാണ്, നമ്മളൊത്തിരി രാജാക്കന്മാരുടെ ചരിത്രം പഠിച്ചവരാണ്. ആ രാജാക്കന്മാരുടെ വംശാവലികളിൽ സീസർമാരുണ്ട്, അലക്സാണ്ടർ ചക്രവർത്തിയുണ്ട്, ഇന്ത്യയിലെ മഹാന്മാരായ രാജാക്കന്മാരുണ്ട്. പക്ഷെ നമുക്കറിയാം, അവരെല്ലാം ചരിത്രത്തിൻ്റെ ഏതോ ഘട്ടങ്ങളിൽ ലോകത്തെ നയിച്ചു, ഭരിച്ചു. പക്ഷേ ഇന്നവരെവിടെയാണെന്ന് നമുക്ക് അജ്ഞാതമാണ്. അവർ സ്ഥാപിച്ച സാമ്രാജ്യങ്ങൾ ഇന്നില്ല, അവർ ഭരിച്ച ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ഇന്ന് ലോകത്തിലില്ല. അവർ കടന്നുപോയി എന്നേക്കുമായിട്ട്. പക്ഷെ ഒരു രാജാവ്, നിലനിൽക്കുന്ന രാജാവ്, രാജ്യങ്ങളെ, ലോകത്തെ, ജനത്തെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കാരണം അവൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്, അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, അവൻ നിത്യനായ രാജാവാണ്. സകല ലോകവും സകല മനുഷ്യരും അവൻ്റെ മുമ്പിൽ കുമ്പിടേണ്ടതാണ്. പ്രിയപ്പെട്ടവർ, ആ കർത്താവും നാഥനും രാജാവുമായ ഈശോ മിശിഹായെ ഏറ്റുപറയുന്ന ഒരു ജനതയ്ക്ക് ഈ ഒരു ബോധ്യം ആഴമായി ആത്മാവിൻ്റെ ഉള്ളിൽ കിട്ടിയാൽ അവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തിൻ്റെ ഒരു കൃപയായി പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ സ്വീകരിക്കേണ്ട ഒരു വലിയ ബോധ്യം, എൻ്റെ ഈശോ എനിക്ക് രാജാവും കർത്താവുമായി ഉള്ളപ്പോൾ ഞാൻ എന്തിന് ഭയപ്പെടണം, ഞാൻ എന്തിന് ആകുലപ്പെടണം, ഞാൻ എന്തിന് ആദി പിടിക്കണം? നമ്മൾ ചിലപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ചിലപ്പം തോന്നില്ലേ നമ്മളാണ് ഈ ഭൂമിയെല്ലാം സൃഷ്ടിച്ചത്, നമ്മളാണ് സൂര്യനൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ഉദിക്കുന്നത്, നമ്മൾ പറഞ്ഞതുകൊണ്ട് അസ്തമിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നടത്തുന്നത്. എന്താ വെച്ചാൽ ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് നിങ്ങളാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഭാവം കണ്ടിട്ട് പറഞ്ഞതാണ്. നമ്മുടെ ചില ഭാവവും രീതിയും വാക്കും പെരുമാറ്റമൊക്കെ കാണുമ്പം ഇത് മൊത്തം ഈ ലോകായ ലോകവും ഈ നാടായ നാടും ഇതെല്ലാം നോക്കി നടത്തുന്ന ആരാ? അത് ഞാനും എൻ്റെ അതിയാനും എല്ലാം കൂടിയാ. ആ ഒരു ഭാവത്തിലാണ് നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇല്ലാത്ത അസുഖമെല്ലാം കയറി പിടിച്ചിട്ട് നമ്മൾ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറേ മരുന്ന് കളയാൻ പറ്റും ഈശോ രാജാവാണെന്ന് ജീവിതം കൊണ്ടൊന്ന് അംഗീകരിച്ചാൽ. അതുകൊണ്ട് വളരെ സിമ്പിളായ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്കിന്ന് കുറച്ച് വചനങ്ങളൊന്ന് നിങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈശോ രാജാവാണ് എന്നുള്ളതിൻ്റെ പ്രായോഗികതയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏതാനും വചനങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് കാര്യവും പറഞ്ഞ് അത് നമ്മുടെ ഒരു അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന വചനങ്ങൾ നമുക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് വളരെ പരിചിതമായ വചനങ്ങളിൽ നിന്ന് ഈശോ രാജാവാണെന്ന് തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വചനങ്ങൾ മാത്രം ഒന്ന് വായിച്ച് ധ്യാനിച്ചിട്ട് അതിൻ്റെ പ്രയോജനം, മലയാളി എവിടെയാണെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ വേഗം കയറി പിടിക്കുന്നവരാണ്. ഒരു പ്രയോജനം ഉണ്ടെന്നറിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ മൊത്തം ഉറക്കളയ്ക്കാനും കുഴപ്പമൊന്നുമില്ല. ഒരു ഗുണമുണ്ടെന്നറിഞ്ഞാൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കാനും നമുക്ക് പ്രശ്നമില്ല. ഒരനുഗ്രഹം ഉണ്ടെന്നറിഞ്ഞാൽ ഏത് മല കയറി പോകാനും ഏത് കുഴിയിലേക്ക് പോകാനും ഏത് വളവ് തിരിഞ്ഞു പോകാനും നമുക്ക് പ്രശ്നമില്ല. തെളിയിച്ചവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, അധികം കയറ്റം കയറാത്ത, അധികം വളവ് തിരിയണ്ടാത്ത, അധികം കുഴിയിലേക്ക് പോകണ്ടാത്ത
ഏറ്റവും വിലപ്പെട്ടവനെക്കുറിച്ചുള്ള ആഴമായ അറിവ് ആത്മാവിൽ എഴുതപ്പെട്ടാൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പരിചിതമായ വചനങ്ങളിലൂടെ ഈശോ രാജാവാണ്, ഈശോയുടെ രാജ്യത്ത് ഒരിക്കലും അവസാനിക്കത്തില്ല, അവൻ എന്നും ജീവിക്കുന്നു. ഒരു കാര്യം കൂടിയുണ്ട്, ആ രാജ്യത്വത്തിൻ്റെ കീഴിൽ ഒരിക്കൽ എന്നേക്കുമായി ജീവിക്കേണ്ട മക്കളാണ് നമ്മൾ, പ്രജകളെന്നല്ല. ഈശോയ്ക്ക് രാജ്യത്വം കുടുംബ കാര്യമാണ്. ഈശോ രാജാവായിരിക്കുന്നത് അപ്പനായിട്ടാണ്. നമ്മളോ പ്രജകൾ അല്ല. ആരാണ്? മക്കൾ. പറഞ്ഞേ, നമ്മളാരാ? മക്കൾ. അപ്പോൾ നമ്മളാരാ? വെറുതെ മക്കളെന്ന് പറയരുത്, രാജാവിൻ്റെ മക്കൾ. ഇരിക്കുന്ന കണ്ടില്ലേ? രാജാവിൻ്റെ മക്കൾക്ക് ഒരു ശൈലില്ലല്ലോ. രൂപത്തിൻ്റെ ശൈലല്ല അച്ഛൻ പറഞ്ഞേ. രാജാവിൻ്റെ മക്കൾക്ക് ഈ ഭാവം പോരാ. രാജാവിൻ്റെ മക്കൾക്ക് ഇതിനേക്കാൾ അല്പം കൂടി ഭാവമാകാം. ദൈവം നമ്മുടെ കൂടെ, നമ്മളെ ഭരിക്കുവാൻ, നയിക്കുവാൻ, നടത്തുവാൻ കൂടെ ഉള്ളപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഒരു ഭാവം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഭാവമുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ ഒത്തിരി മുന്നേറ്റം നടത്താൻ ദൈവം കൃപ തരും. ഒരു ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്ന ഒരു പാവപ്പെട്ട അമ്മച്ചിക്ക് ഈ ഒരു കൃപ കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ, ആ അമ്മച്ചി ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ കുടുംബത്തെ പരിപാലിക്കുന്നത് വളരെ വ്യത്യാസമായിട്ടായിരിക്കും. പദം പറഞ്ഞും പരാതി പറഞ്ഞും സങ്കടം പറഞ്ഞും നീറ്റലും വിങ്ങലും വിഷമവും ഉത്കണ്ഠയും എല്ലാ മരുന്നും കിട്ടിയാലും സുഖമില്ലാതെയൊക്കെ ഇരിക്കുന്ന നമ്മുടെ അവസ്ഥകളിലേക്ക് പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് ഇറങ്ങി വരാൻ നമ്മളൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ എന്തെല്ലാം പ്രയാസത്തിലും പ്രതിസന്ധിയിലും നിൽക്കുമ്പോഴും നമുക്ക് സമാധാനത്തിലേക്ക് നയിക്കാൻ പറ്റും. കാരണം അവൻ നമ്മുടെ സമാധാനത്തിൻ്റെ രാജാവാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെക്കുറിച്ച് പറയായിരിക്കും? അതെൻ്റെ അച്ഛാ ഈശോയെ അല്ലാതെ പിന്നെ ആരാണെന്ന് നിങ്ങൾ കള്ളം പറയുകയാണ്. സത്യമാണോ? ഈശോ ഇത്രയും സ്നേഹിക്കാൻ കാരണം എന്താ? ഇത്രമേൽ ഈശോയോടൊരു സ്നേഹം തോന്നാൻ കാരണം എന്താ? അവൻ രാജാവാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ പറയത്തില്ല. കാരണം രാജാവ് എന്ന് പറയുന്ന പദം കേൾക്കുമ്പം ചിലപ്പോൾ ഒരു അകലിച്ച തോന്നാം. അതിൻ്റെ കാരണം എന്താ ചേട്ടാ? രാജാവ് എന്ന് തോന്നുമ്പോൾ ഒരു അകലിച്ച തോന്നുന്നതിൻ്റെ കാരണം എന്താ? അതിൻ്റെ ഒരു കാരണം, നമുക്ക് ഈ ഭൂമിയിലെ രാജാക്കന്മാരെക്കുറിച്ച് അത്ര മതിപ്പ് ഇല്ല, പോരാ. അവരൊരുമാതിരി ആധിപത്യം പുലർത്തുന്നവരും അവകാശങ്ങൾ എടുക്കുന്നവരും അവരുടെ കാര്യം നോക്കി പോകുന്നവരും ജനങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കൃത്യമായി കൊടുക്കാത്തവരുമൊക്കെയായി നമുക്ക് പല അനുഭവങ്ങൾ രാജാക്കന്മാരെക്കുറിച്ചും ഉന്നത സ്ഥാനീയരെക്കുറിച്ചും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശു രാജാവ് എന്ന് പറയുമ്പം നമുക്കൊരു ഇതില്ല. അവിടെയാണ് പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വപൂർണമായ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വപൂർണമായ വ്യത്യസ്തത എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാമോ? ഹൃദയത്തിൽ നിന്നൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ ഈ രാത്രിയിൽ നിങ്ങൾ ആത്മാവിൽ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട്, യേശുവേ രാജാവേ, അങ്ങയുടെ രാജ്യത്വത്തിൻ്റെ മഹനീയമായ വ്യത്യസ്തത എന്താ കർത്താവേ എന്ന് ചോദിച്ചാൽ ഈശോ പുഞ്ചിരിയോടെ ഒരു കാര്യം പറയും. അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു തിയോളജിൻ്റെ പേരാണ് സ്കോട്ട് ഹാൻ. പേടിക്കൊന്നും വേണ്ട, രാത്രിയിൽ ഞെട്ടണ്ട. പേര് കേട്ടിട്ട് അമേരിക്കക്കാരൻ്റെ പേരായതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. അല്ലെ ഔസേപ്പച്ചാന്ന് പറയാമായിരുന്നു, പക്ഷെ അത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് സ്കോട്ട് ഹാൻ. അദ്ദേഹം യേശു എങ്ങനെയാണ് രാജാവായത് എന്ന് പറയുന്നത് മനോഹരമായിട്ടാണ്. യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ആഘോഷം അല്ലെങ്കിൽ സ്ഥാനാരോഹണം ഈ ഭൂമിയിൽ നമുക്ക് പിതാവായ ദൈവം അനുവദിച്ച സമയം കുരിശുമരണത്തിൻ്റെ സമയമാണ്. യേശു രാജാവായത് പീഡാസഹന കുരിശുമരണ സംഭവങ്ങളിലാണ്.
അപ്പോൾ തന്നെ നമുക്ക് യേശു എന്ന രാജാവിനോട് സ്നേഹം കൂടും. കാരണം അവൻ രാജാവാകാൻ അവൻ തന്നെ നമുക്കായി സ്നേഹപൂർവം ബലിയർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം, ഇനി ശ്രദ്ധിക്കണം. കാരണം എന്തുകൊണ്ടാണ് യേശു രാജാവാകാൻ വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ചത്? ആരെങ്കിലും പറഞ്ഞാൽ അച്ഛനൊരു സമ്മാനം തരാം. അങ്ങ് വിദൂരത്തിൽ നിന്ന് ആരെങ്കിലും പറയുകയാണെങ്കിലും, ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഞാൻ അവിടെ വന്ന് സമ്മാനം തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു രാജാവാകാൻ കുരിശിൽ പീഡ അനുഭവിച്ച് കുരിശിൽ നഗ്നനായി അപമാനിക്കപ്പെട്ട് കുരിശിനെ സിംഹാസനമായിട്ട് മാറ്റി മുൾമുടിയെ ഈശോ മിശിഹായുടെ ആ വലിയ കിരീടമാക്കി മാറ്റി ഈശോയുടെ കരങ്ങളിൽ അവനെ പരിഹസിക്കാൻ വേണ്ടി എന്തോ കൊടുത്തു. എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? ഒരു ചെങ്കോലാണ് സാധാരണ കയ്യിൽ കൊടുക്കേണ്ടത്. പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ ഞാങ്ങണ കൊടുത്തു. ഞാങ്ങണമെന്ന് പറഞ്ഞാൽ ബലമില്ലാത്ത ഒരു ചെടിയാണ്. ബലമില്ലാത്ത, വില കെട്ടുപോയ മാനവരാശിയുടെ മുഴുവൻ പ്രതീകം എന്നതുപോലെ നമ്മളെ ഭരിക്കാനുള്ളവൻ്റെ കരങ്ങളിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയുള്ള ഒരു ഞാങ്ങണ വെച്ചു കൊടുത്തു. പക്ഷെ അവൻ അത് കോമാളിത്തരത്തിനാണ് ഈശോയ്ക്ക് അത് വെച്ചു കൊടുത്തതെങ്കിലും ഈശോ അതെല്ലാം സ്വീകരിച്ചു. ഒന്നും ഈശോ വിട്ടുകളഞ്ഞില്ല. ഈശോ മിശിഹായുടെ കുരിശാരോഹണ നിമിഷങ്ങളിൽ കർത്താവിന് കൊടുത്തതെല്ലാം അതിൻ്റെ മട്ടോളം യേശു കുടിച്ചുകൊണ്ടാണ് കുരിശുമരണം ആഘോഷിച്ചത്. കാരണം ഈശോയ്ക്കറിയാം ഇത് തൻ്റെ സ്ഥാനാരോഹണ സമയമാണ്. ഈ സമയത്താണ് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം. ഈ സമയത്താണ് പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ ചങ്ങലയിൽ കുരുങ്ങിക്കിടന്ന, പാപത്തിൻ്റെ അടിമത്തത്തിൽ തകർന്നു കിടന്ന മാനവരാശിയെ പിശാചിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് കർത്താവ് യേശു തിരിച്ചു പിടിച്ച് ദൈവമകനാക്കി ദൈവമകളാക്കി മാറ്റിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മരണത്തിന് അവൻ്റെ മേൽ അവകാശമില്ല. ഇനി പിശാചിന് അവൻ്റെ മേൽ അവകാശമില്ല. അവൻ എന്നേക്കുമായി രാജാവായി മാറുകയാണ്. ഉത്ഥാനം ചെയ്ത് എന്നും ജീവിക്കുന്നവനായി, എന്നേക്കുമുള്ള രാജാവായി. പ്രിയപ്പെട്ടവർ, യേശു മാറിയ നിമിഷങ്ങളാണ് കുരിശു മരണത്തിൻ്റെ നിമിഷങ്ങൾ. അപ്പം അതുകൊണ്ട് ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ രഹസ്യം ഏറ്റു പറഞ്ഞുകൊണ്ട് ക്രിസ്തീയ ജീവിതം ജീവിക്കുന്ന നമ്മുടെ മേൽ പിശാചിന് അമ്മച്ചി അവകാശമില്ലാന്നേ. പിശാചിന് ഇനിമേൽ നമ്മളെ തോണ്ടാൻ പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല, ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഈ വിശ്വാസം പ്രഖ്യാപിക്കണം. നമ്മൾ ഈ വിശ്വാസം പ്രഖ്യാപിക്കണം. കുരിശിൽ ഈശോ മിശിഹായുടെ കുരിശിൻ്റെ രണ്ട് വശത്ത് രണ്ട് കള്ളന്മാരെ എന്ത് ചെയ്തു? കുരിശിൽ തറച്ചു. അതിനെക്കുറിച്ച് സ്കോട്ട് ഖാൻ പറയുന്നുണ്ട്. പണ്ട് രാജാക്കന്മാരുടെ സിംഹാസനത്തിൽ തൊട്ടടുത്ത് അറ്റൻഡേഴ്സായിട്ട് ഇങ്ങനെ രണ്ടുപേര് ആരെവിടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കത്തില്ലേ? നമ്മൾ പഴയ രാജകൊട്ടാരങ്ങളുടെയൊക്കെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ പണ്ട് നാടകം കണ്ട സമയത്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ടില്ലേ? രാജാവ് എപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയാൽ അറ്റൻഡേഴ്സിൻ്റെ ഹെൽപ്പ് എപ്പോഴും കിട്ടണം എന്നതുപോലെ രണ്ടുപേരെ കുരിശിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ആ കുരിശിൽ. അവിടെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, ഒരു കള്ളന് പെട്ടെന്ന് ഒരു കാര്യം വെളിപ്പെട്ട് കിട്ടുകയാണ്. എന്താണ് വെളിപ്പെട്ട് കിട്ടിയത്? ആരെങ്കിലും പറയാമോ? തനിക്കൊപ്പം കുരിശിൽ തൻ്റെ അതേ വിധിയിലൂടെ കടന്നു പോകുന്ന ഇവൻ തന്നെ പോലെ പാവിയല്ല, കള്ളനല്ല, കൊലപാതകിയല്ല, വ്യഭിചാരിയല്ല, മറ്റെന്തെങ്കിലും ഗൗരവമായ ബാങ്കുകളിൽ നടത്തിയിട്ട് വന്നതല്ല, തീവ്രവാദിയല്ല. പിന്നെ എന്തുകൂടി മനസ്സിലായി പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് ആ വചനം ഓർക്കുന്നുണ്ടെങ്കിൽ അച്ഛനൊരു വചനം, ഒരു ക്ലൂ ആയിട്ട് പറയാം. അദ്ദേഹം ഇങ്ങനെയാണ് അമ്മ പറഞ്ഞത്: ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ എന്നെയും ഓർക്കണേ
ഓർക്കണേന്നേ പറഞ്ഞോളൂ കേട്ടോ. നമ്മളാണ് എന്ത് പറഞ്ഞേനെ, മലയാളി ചേട്ടനായിരുന്നു എന്ത് പറഞ്ഞേനെ, അവിടെ എന്നെ കയറ്റണേ, എനിക്കൊരു സീറ്റ് തരണേ. നമ്മൾ ബാച്ച്മേറ്റ്സ് അല്ലേ, അതുകൊണ്ട് എന്നെയും കൂടെ സീറ്റ്. പക്ഷെ അയാൾ നല്ല വൃത്തിയുള്ള വാക്കാണ് പറഞ്ഞത്, അത്ര എളിമയോടെ പറഞ്ഞു. എന്താ ചേട്ടാ പറഞ്ഞേ? ഓർക്കണേ എന്ന്. ഓർക്കണേ. ശ്രദ്ധിക്കണേ, ബൈബിളിൽ ഇങ്ങനൊരു മനോഹരമായ വചനമുണ്ട്. ദൈവം നോഹയെ ഓർത്തു, മഴ പെയ്തു. ദൈവം അബ്രാഹത്തെ ഓർത്തു, അനുഗ്രഹിച്ചു. ദൈവം മോശയെ ഓർത്തു, മഹാമാരി മാറിപ്പോയി. ദൈവം ജോസഫിനെ ഓർത്തു, അനുഗ്രഹിച്ചു, വിമോചനം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം ഓർത്താൽ മതി. നമ്മളൊക്കെ ഓർത്തിട്ട് ഒരു കാര്യമില്ല. ദൈവം ഓർത്താൽ മതി. ദൈവം ഓർത്താൽ ഈ ചേട്ടൻ്റെ ഭാവി മാറി. ആ കർത്താവിനോടാണ്, ആ ദൈവത്തോടാണ് പറയുന്നത്, കർത്താവേ എന്നെ ഒന്ന് ഓർക്കണേ, ഓർക്കണേ. സഭാപിതാക്കന്മാർ ചിലർ ഈ കള്ളൻ എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പം അവരിൽ ചിലർ പറഞ്ഞത്, ഈ കുരിശുമരണത്തിൻ്റെ നിർണായകമായ നിമിഷങ്ങളിൽ കർത്താവായ യേശു കടന്നു പോകുന്ന ആ കുരിശിൻ്റെ പിടയുന്ന ഹൃദയ നൊമ്പരങ്ങളുടെ നടുവിൽ അവൻ്റെ സാന്നിധ്യം പ്രപഞ്ചത്തിന് വരുത്തുന്ന മാറ്റങ്ങൾ ആര് കാണുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു? ഈ വലതുവശത്തെ കള്ളൻ ശ്രദ്ധിച്ചപ്പം ഒരു കാര്യം മനസ്സിലായി, ഒരു സാധാരണക്കാരനല്ല, തനിക്കൊപ്പം വേദി പങ്കിടുന്നത്, കുരിശ് പങ്കിടുന്നത് ഇവൻ രാജാവാണ്. അതുകൊണ്ട് ഈ നല്ല കള്ളനെ നമ്മൾ വിളിക്കുന്ന, ബൈബിൾ അങ്ങനെ പറയുന്നില്ല നല്ല കള്ളനെ. നമ്മളാണ് പിന്നീട് ഇദ്ദേഹത്തിന് നല്ല പേര് കൊടുത്തത്. എന്താണ് പേര് കൊടുത്തത്? നല്ല കള്ളൻ. ബൈബിൾ പറയുന്നത് വലതുവശത്തെ കള്ളൻ. ഈ വലതുവശത്തെ കള്ളനെക്കുറിച്ചുള്ള റെഫറൻസ് നമുക്ക് കിട്ടുന്നത് ലൂക്കായുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം. അവിടെ അതിൻ്റെ വചനഭാഗം 40, 41, 42 വാക്യങ്ങളാണ്. അച്ഛൻ വേഗം ഒന്ന് വായിക്കാം. അപരൻ അവനെ ശകാരിച്ച് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി, ശ്രദ്ധിക്കണേ, അവിടെ കുറച്ച് കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പം എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ സുവിശേഷത്തിൽ യേശു പറുദീസ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒറ്റ പ്രാവശ്യമാണ്. അത് ആരോടാണ്? നല്ല കള്ളനോട്. ഇദ്ദേഹത്തെക്കുറിച്ച് ചിലർ തമാശയ്ക്ക് പറയും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ ഈ വലതുവശത്തെ കള്ളനാണ്, ചെറിയ സമയം കൊണ്ട് സ്വർഗ്ഗം അടിച്ചുകൊണ്ട് പോയെന്ന്. നമ്മളൊക്കെ മുട്ടിച്ചത് തേങ്ങായും മാങ്ങായും വാഴക്കായൊക്കെ, ഒരു ഗുണം ഉണ്ടായില്ല. അടിച്ചു മാറ്റുവാണെങ്കിൽ എന്തും അടിച്ചു മാറ്റണം അമ്മച്ചി? സ്വർഗ്ഗം അടിച്ചുകൊണ്ട് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് കളിയാക്കി പറഞ്ഞതായിരിക്കാം. പക്ഷേ വളരെ വിലപ്പെട്ട ഒരു കാര്യം ഒരു ഫ്രഞ്ച് സന്യാസി ഈ നല്ല കള്ളനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നത് നല്ലതാണ്. അയാൾ 3-4 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അയാൾ വിശ്വാസം ഏറ്റുപറഞ്ഞു. എന്താണ് പ്രിയപ്പെട്ട ചേച്ചിമാരെ, ചേട്ടന്മാരെ, അദ്ദേഹം ഏറ്റുപറഞ്ഞ വിശ്വാസം എന്താ? വിശ്വാസം എന്താ? ആരെങ്കിലും പറയാമോ? അച്ഛൻ ഇപ്പോൾ പറഞ്ഞ വിഷയം തന്നെയാണ്. യേശുവേ, നീ നീതിമാനാണ്, നീ രാജാവാണ്, നിനക്കൊരു രാജ്യമുണ്ട്, നിൻ്റെ രാജ്യത്തിന് അവസാനമില്ല. നിന്നെ ഇവർക്കിപ്പം കൊല്ലാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ നിന്നെ തകർക്കാൻ പറ്റത്തില്ല, നിനക്ക് അന്ത്യമില്ല, നീ മറ്റേതോ ലോകത്തിൻ്റെയാ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം,
നമ്മൾ എത്ര മുറിഞ്ഞ് തകർന്ന് തരിപ്പണമായാലും നീ ക്രിസ്ത്യാനിയാണെങ്കിൽ, നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൈപിടിച്ച് പൊക്കാൻ ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പട്ടു പോവുകയല്ല, നീ തകർന്നു പോകത്തില്ല, നീ തരിപ്പണമാകത്തില്ല, നീ നിരാശപ്പെടരുത്. ഓരോ ദൈവമകനും ദൈവമകളും അറിയണം, ഈ ഒരു വർഷം നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരു തിരിച്ചുപിടുത്തം നടത്തണം. നമ്മൾ അനേകം പേര് പ്രിയപ്പെട്ടവർ വിശ്വാസികളാണെന്ന് വെറുതെ പേര് വെച്ച് നടക്കുന്നതേ ഉള്ളൂ, പേര് വെച്ച് നടക്കുന്നതേ ഉള്ളൂ. ഒരു വിശ്വാസവും ഇല്ല. കാരണം ഒരു പ്രശ്നം വരുമ്പം നമ്മളാണ് ഏറ്റവും കൂടുതൽ വാവിട്ട് കാറുന്നത്. എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെല്ലുകയാണ്, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഈശോ എൻ്റെ അപ്പനാണ്, ദൈവപിതാവിൻ്റെ അപ്പനാണ്, പരിശുദ്ധാത്മാവ് എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാണ്, എനിക്കാരുമില്ലേ, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ലേ, ഞാൻ പോയേ തീർന്നേ. ഹല്ലേലൂയ. നമ്മൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടന്നു പോകുന്നതെങ്കിലും കർത്താവായ യേശു കൂടെ ഉള്ളതുകൊണ്ട് ഭയപ്പെടാത്ത ഒരു ജനതയായിട്ട് മാറാൻ മാത്രം മരണത്തെ തോൽപ്പിച്ച ഒരു ദൈവം നമുക്കുണ്ടെന്നും അവൻ സത്യമായും നിരന്തരം നമ്മുടെ കൂടെ ഉണ്ടെന്നും അവന് മരണമില്ലെന്നും അവൻ എന്നെ കാത്തിരിക്കുന്നു എന്നുള്ള നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒന്നിനും പറ്റുകയില്ല. പൗലോസ്ലിയൊക്കെ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നല്ല ബുദ്ധിപരമായ തീരുമാനം എടുത്തത് കേട്ടോ. എന്താണ് അദ്ദേഹം പറഞ്ഞൊരു വചനം നിങ്ങളൊന്ന് ഏറ്റുപറയാൻ എൻ്റെ കൂടെ കൂടാവോ? നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ മനോഹരമായൊരു വചനമാണ്. ഒന്ന് വലതുകരം ഒന്ന് ഉയർത്താവോ? വലതുകരം ഉയർത്തി ഈ വചനം ഒന്ന് ഏറ്റുപറയണം. അത് റോമാലേഖനം 8-ാം അധ്യായം അതിന് 35 മുതലുള്ള തിരുവചനങ്ങളാണ്. അപ്പോൾ അത് എല്ലാവർക്കും പരിചിതമാണ്, പക്ഷേ അത് ശക്തമായിട്ട് പറയണം. ഇങ്ങനെ ഒന്ന് ഏറ്റു പറയാമോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. കൈതാത്തിക്കോ. കൈതാത്തിൻ്റെ ഗുണം ഉണ്ടാവണം എന്ന് വെച്ചാൽ ഇത് വിശ്വാസമായിട്ട് അകത്ത് കയറണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ജീവൻ പോകുമെന്ന് അറിയുമ്പോഴത്തേക്ക് മുറിച്ച് കളഞ്ഞോളാൻ പറഞ്ഞത്. പേടിയില്ലാതെ യേശുവിനെ ഉപേക്ഷിച്ചിട്ടൊരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞത്. കാരണം മുറിച്ച് കളഞ്ഞാലും കൂട്ടി യോജിപ്പിക്കാൻ ആർക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചു? ഈ കർത്താവിന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിശുദ്ധ കന്യകമാരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു ചരിത്രം അച്ഛൻ കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഒരു കന്യകയായ രക്തസാക്ഷി അവളെ പീഡിപ്പിച്ച് നശിപ്പിച്ച് ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് അവളെ അകറ്റുവാൻ വേണ്ടി ക്രിസ്തു വിശ്വാസത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആ ശത്രു സൈന്യം ഇരമ്പിക്കയറി വന്നപ്പം അവളെ ഉപദ്രവിക്കാൻ തുനിയുന്നു എന്നറിഞ്ഞപ്പം അവൾ വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടി ഒരു കാര്യം പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു പ്രേരണയിൽ ഈ പട്ടാളക്കാരനോട് പറഞ്ഞു, ഞാനൊരു കന്യകയാണ്, എൻ്റെ യേശുവാണ് എൻ്റെ ഏക മണവാളൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, നിങ്ങളുടെ ഈ വാള് എത്ര ശക്തമായിട്ട് പ്രയോഗിച്ചാലും എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മുറിയത്തില്ല, എൻ്റെ ശരീരം ഒരിക്കലും മുറിയത്തില്ല.
വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. ഓ അങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ഒറ്റ വെട്ടുവെട്ടി. എന്തു പറ്റി കാണും? ശിരസ് താഴെ വീണു. അവളപ്പം തന്നെ മരിച്ചു വീണു. പക്ഷേ അവൾ കർത്താവിൻ്റെ മടിത്തട്ടിൽ വീണ്ടും അവളുടെ എന്നേക്കുള്ള ജീവിതത്തിൻ്റെ പങ്കാളിത്തം സ്വീകരിച്ചു. അതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധരുടെ ചരിത്രം. പാപത്തിന് ജീവിതം സമർപ്പിക്കാതെ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ഭയമില്ലാതെ നിലയുറപ്പിക്കാൻ നിലപാടെടുത്ത ദൈവമക്കളുടെ നീണ്ട നിരയാണ് സഭയുടെ, വിശുദ്ധ സഭയുടെ നീണ്ട ചരിത്രം. അവിടെയാണ് ചെറുകാര്യങ്ങൾക്ക് കർത്താവായ ക്രിസ്തുവിനെ വെട്ടിക്കളഞ്ഞിട്ട് കണ്ട ഗുണം കുറഞ്ഞവരുടെ പിന്നാലെ തിക്കിത്തിരക്കി ഓടുന്ന ഒരു കാലത്ത് നമ്മുടെ മക്കളുടെ ഗതികേട്, നിലപാടില്ലായ്മ, ദൈവപ്പേടിയില്ലായ്മ, ദൈവമഹത്വം ഇല്ലായ്മ എത്ര കഷ്ടമെന്ന് നമ്മൾ മുതിർന്നവരെങ്കിലും ചിന്തിക്കണം. കർത്താവ് എന്നും ജീവിക്കുന്നവനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം ഇല്ലാത്തത് കൊണ്ട്, എന്നും നമ്മളെ നയിക്കുന്ന, നടത്തുന്ന, പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് വിശ്വാസി ലോകത്തിന് വന്നിരിക്കുന്ന തകർച്ചയെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് ഇന്ന് എന്തുമാത്രം അധികമായിട്ട് പ്രിയപ്പെട്ടവർ യേശു രാജാവാണ്, കർത്താവാണ്, നാഥനാണ്, ഉടയവനാണ്, എന്നേക്കും പരിപാലിക്കുന്ന ദൈവമാണെന്നുള്ള ശക്തമായ അറിവ്, അനുഭവം നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇവിടെ പൗലോസ് ശ്ലീഹ ഭാഗ്യപ്പെട്ടവനെ പോലെ, നോക്കിക്കേ, ഇത് പറഞ്ഞ കാര്യങ്ങൾ സുഖകരമായ കാര്യമാണ്. എന്താ പറഞ്ഞേ? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, എൻ്റെ വഴി കൂടെ എന്തെങ്കിലും വന്നാൽ മതി, നമ്മൾ ആ വഴിക്ക് ഓടിയേനെ. ഇത്രയൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ അച്ഛാ. ആ വഴി കൂടെ എന്തെങ്കിലും ഒരു സാധനം വന്നാൽ മതിയായിരുന്നു, നമ്മൾ പോയ വഴി അവിടെ നമ്മൾ പറയത്തില്ലേ പുല്ല് മുളയ്ക്കത്തില്ല, അതുപോലെ ഓടിയേനെ. ക്ലേശം, ദുരിതം, പീഡനം, പട്ടിണി, നഗ്നത, ആപത്ത്, പിന്നെ ദേ വാള്. എന്നിട്ട് പറയാണ് ഇതുകൊണ്ടൊന്നും എന്നെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ. എന്ന് വെച്ചാൽ ഈ കാരണങ്ങൾ കൊണ്ടൊന്നും ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് അകലെ പോകാൻ ഞാൻ തയ്യാറല്ല എന്ന്. കാരണം ഈ ലോകത്തിനുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഉയരത്തിനോ മരണത്തിനോ ജീവനോ ദൈവദൂതൻ ആർക്കും എന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന്. അത്ര ഉറപ്പാണ് യേശു ക്രിസ്തു എന്ന രാജാവിൽ, കർത്താവിൽ. പ്രിയപ്പെട്ടവരെ ഒന്ന് വലുതേരം ഒന്നുകൂടെ ഒന്ന് ഉയർത്തിക്കേ. നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ തീ, വിശ്വാസത്തിൻ്റെ ഒരു തീ ആളിക്കത്തേണ്ട ഒരു ആത്മീയ കാലം ഈ ഒരു വർഷത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മരവിച്ച് തണുത്ത് ആത്മീയ ശൈത്യത്തിലും വല്ലാതെ വിശ്വാസരാഹിത്യത്തിലും ദൃഢത നഷ്ടപ്പെട്ട അവസ്ഥയിലും ശുഷ്കമായ അവസ്ഥയിലൊക്കെയാണ് എൻ്റെ നിങ്ങളുടെ വിശ്വാസം പോകുന്നതെങ്കിൽ ഈ ഒരു വർഷം ഒരു ആത്മാവിൻ്റെ ഉന്നതാഭിഷേകത്തിൻ്റെ തീ കത്തി, വിശ്വാസത്തിൻ്റെ ഒരു ജ്വാല കത്തി, യേശു എൻ്റെ കർത്താവും രാജാവുമാണെന്ന് ഏറ്റുപറഞ്ഞ് അഭിമാനത്തോടെ വിശ്വാസത്തിൻ്റെ ഒരു ആത്മീയ പോരാട്ടം നടത്താൻ ദൈവമായ കർത്താവ് എന്ന് എനിക്ക് ഈ ഒരു വർഷം കൃപ തരണേ എന്ന് ആഗ്രഹിച്ച് ഒരു നിമിഷം ഒന്ന് മക്കൾ വിളിക്കാമോ? ഈശോയേ ഹല്ലേലൂയ, 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, ഏതാനും വചനങ്ങൾ അച്ഛൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു വചനം പോലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ വിലപ്പെട്ട ചില വചനങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ഈ ബൈബിളുണ്ടോ? ബൈബിളുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന വളരെ വിലപ്പെട്ട ഒരു വചനമാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 32-33 വചനങ്ങൾ. അത് ആരോട് പറഞ്ഞു, അത്രയെങ്കിലും പറയാമോ? ആരോട് പറഞ്ഞു? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഒരു ചോദ്യം കൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ. അന്നൊന്നും എഴുതാൻ പറ്റിയില്ല, ഇന്നെങ്കിലും ഒന്ന് പറയാമോ? ആരോട് പറഞ്ഞു? ലൂക്കായുടെ സുവിശേഷമല്ലേ? ഞാൻ സക്കറിയ ഒന്നും അല്ലല്ലോ ചോദിച്ചത്. അപ്പം പറയാൻ പറ്റുമെന്നാണ് വിചാരം. ആരോട് പറഞ്ഞു? ഗബ്രിയേൽ ആരോട് പറഞ്ഞു? പരിശുദ്ധ കന്യകാ മറിയത്തോട് പറഞ്ഞു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ആരെക്കുറിച്ചുള്ള വെളിപാടാണ് പറഞ്ഞത്? യഥാർത്ഥ രാജാവിനെക്കുറിച്ച്. അതുകൊണ്ട് ആ യഥാർത്ഥ രാജാവിനെക്കുറിച്ച് വെളിപാട് കിട്ടുമ്പം അതിനു മുമ്പ് ഈ രാജാവിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വെളിപാട് കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോഴേ ഈ വചനം പറയുമ്പം ക്ലാരിറ്റി വരത്തുള്ളൂ, നമുക്കൊരു വ്യക്തത വരത്തുള്ളൂ. അതുകൊണ്ട് അച്ഛൻ
ഈ സമയത്ത് ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളോട് ഒരു 3-4 വചനങ്ങൾ പഴയ നിയമത്തിൽ നിന്നൊന്ന് പറയാൻ പോവാം. നിങ്ങൾ കുറിക്കാൻ പറ്റുവാണെങ്കിൽ കുറിച്ച് വെച്ചോ. കാരണം യേശു രാജാവാണെന്നുള്ളതിൻ്റെ മനോഹരമായൊരു അടിസ്ഥാനം നമുക്ക് കിട്ടുന്നത് ഈ കാലഘട്ടത്തിൽ, ഈ ഒരു വർഷം പ്രിയപ്പെട്ടവരെ അസാധാരണമായൊരു ആത്മധൈര്യത്തോടും ദൈവിക ശക്തിയോടും ഉണർവോടും തല ഇങ്ങനെ ഉയർത്തി നമുക്ക് മുമ്പിൽ തല കുമ്പിടാനുള്ള ഒത്തിരി കാരണങ്ങൾ വരുമ്പോഴും എനിക്കെൻ്റെ യേശു രാജാവാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റും. അത് നമ്മൾ ഒത്തിരി ധൈര്യമുള്ളവരും ശക്തിയുള്ളവരും ഉണർവുള്ളവരും ഉന്മേഷമുള്ളവരും ആക്കും അമ്മച്ചി. നമുക്ക് മരണത്തിൻ്റെ വിനാഴിക വന്നാലും നമുക്ക് പുഞ്ചിരിയോടെ ഞാൻ എൻ്റെ രാജാവിനെ കാണാൻ പോകുമെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ചില അപ്പന്മാരെ അമ്മച്ചിമാരെയൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ അടുത്ത് എൻ്റെ ബന്ധത്തിലുള്ളൊരു അമ്മച്ചി, ആ അമ്മച്ചിക്ക് ക്യാൻസറിൻ്റെ 4th സ്റ്റേജ്, അതിൻ്റെ അങ്ങേയറ്റം, ഡോക്ടർമാർക്ക് തൊടാൻ ഒരു സ്ഥലത്ത് പോലും പറ്റത്തില്ലാത്ത വിധത്തിൽ അങ്ങേയറ്റം എത്തി. അമ്മച്ചി ഇത് ഏതൊക്കെ വിധത്തിൽ അമ്മച്ചിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുകയും ചെയ്തു. നമ്മൾ പാത്ത് പൊതിഞ്ഞൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം മനസ്സിലാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഈ അടുത്ത് ഒരാൾ വളരെ പ്രതീക്ഷിക്കാതെ മരിച്ചപ്പം ആകെ കുടുംബം സ്തബ്ധിച്ചു പോയി, അല്ലെങ്കിൽ അവിടെ അങ്ങ് സ്തംഭിച്ചു പോയി, വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. അപ്പം അച്ഛൻ അവിടെ കേട്ട ഒരു കുഞ്ഞ് മരണത്തെക്കുറിച്ചും തമാശ പറയാമെന്ന് ചോദിച്ചാൽ എന്നെ ഒന്നും ചെയ്യരുത്. ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്, ഞാൻ അവരോട് പറയാൻ ഭയങ്കര മടി, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആൾ മരിച്ചത്. ചേച്ചിയോട് പറയാനുള്ള മടി കൊണ്ട് എല്ലാവരും ഇങ്ങനെ പകച്ചു നിൽക്കുമ്പം എല്ലാ കാര്യങ്ങളും വളരെ സൗമ്യമായിട്ട് പറയുന്ന ആൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ചെന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, അതെ ദേവസ്യാച്ചൻ, പേരൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ, ദേവസ്യാച്ചൻ കടയിൽ പോയതല്ലേ? അതെ കടയിൽ പോയി, ഇപ്പം വരും. എന്താ ദേവസ്യാച്ചൻ എന്താ? ഇല്ല കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മരിച്ചു എന്ന്. ദേവസ്യാച്ചനെ ചെറുതായിട്ടൊന്ന് മരിച്ചു. സൗമ്യമായിട്ട് പറഞ്ഞതാ. സൗമ്യമായ പറച്ചിലാവുമോ? ചെറുതായിട്ട് മരിച്ചാലും വലുതായിട്ട് മരിച്ചാലും മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഒരു ഞെട്ടലാണ്. അറിയത്തില്ലാത്തവർ മരിച്ചിട്ട് പോലും അനേകം വലിയ ആൾക്കാർ ശൂന്യത എന്നൊക്കെ പറയുന്ന പത്രവാർത്തകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. നമ്മുടെ നാട് മൊത്തം ശൂന്യതയിലേക്ക് ആഴ്ന്നു പോയെന്നൊക്കെ. അവിടെ പ്രിയപ്പെട്ടവരെ, മരണത്തിനും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ഫെയ്ത്ത് സജീവമാകാൻ നമുക്ക് കിട്ടേണ്ട വചനമാണ് അച്ഛൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ്? ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം എന്താണ്? പറയാവോ? പേടിക്കാതെ പറയൂ ചേച്ചിമാരെ, പേടിക്കാതെ പറ. മരണം. ഞാനും മരിക്കും, നിങ്ങളും. പറയാൻ പേടിയാണോ? നിങ്ങളും മരിക്കും. നമ്മൾ മരിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഉപ്പുമാവും കോഴിയിറച്ചിയും കൂട്ടി അവർ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും, ഉച്ച നേരത്ത് അവർ ബീഫ് കറിയും കഴിക്കും, അല്ലേ, എല്ലാം കഴിക്കും. പിറ്റേ ദിവസം പ്രഭാതവും ഉച്ചനേരവും വൈകിട്ടും ഒക്കെ ഉണ്ടാവും. അത്ഭുതപ്പെടണ്ട, അവരെന്നിട്ടും കഴിക്കുമോ? കഴിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കുമ്പം ഭയമില്ലാതെ ആശങ്കയില്ലാതെ നിൽക്കാൻ എന്നെ നിങ്ങളെ സഹായിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവർ വെറുതെ എന്തെങ്കിലും കേട്ടിട്ട് കാര്യമില്ല. കൃത്യമായ ഒരു കാര്യം നമ്മൾ അറിയണം. അത് മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനായ, എല്ലാവരെയും ജീവിപ്പിക്കുന്ന കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമാണ് വിശ്വാസിക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കുക. ഉൽപ്പത്തിയിൽ 22-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അബ്രഹാം എന്ന പൂർവ്വപിതാവിന് വലിയൊരു വാഗ്ദാനം ദൈവം കൊടുത്തു. ആ വാഗ്ദാനം എങ്ങനെയായിരുന്നു? നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഒന്നിച്ച് പറയാമോ? ഒരു സന്തതിയിലൂടെ ലോകത്തിലെ മുഴുവൻ പേര് അനുഗ്രഹിക്കപ്പെട്ടത്
ഇന്നോളം ലോകം മനസ്സിലാക്കിയിരിക്കുന്നത്, കണ്ടെത്തിയിരിക്കുന്നത് ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം ആരിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണെന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുന്നവരാണെങ്കിൽ നമ്മൾ ശരിക്കും ഒന്ന് കയ്യടി കൊടുക്കേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഈ ഒരു വചനം നാം നിറവേറപ്പെട്ടത് ആരിലൂടെയാണ്? അബ്രാഹത്തിൻ്റെ ഒരു സന്താനത്തിലൂടെ അത് നിറവേറപ്പെട്ടു. അബ്രാഹത്തിൻ്റെ ആ സന്താനം പ്രിയപ്പെട്ട. അതുകൊണ്ടാണ് വംശാവലി. എന്തുകൊണ്ടാണ് നമുക്ക് ബോറടി തോന്നുന്ന ഒരു കാര്യമല്ല വംശാവലി. ചേച്ചിയെ പറ, മത്തായിയുടെ സുവിശേഷം ഒന്ന് ബൈബിൾ വായിച്ചേക്കാൻ തുടങ്ങിയതാണ്, വിചാരിച്ചതാണ്. ബൈബിൾ വായിച്ച് തുടങ്ങിയപ്പോഴേ ബോറായി. എന്താ? വംശാവലി വായിച്ച് കിട്ടുന്നില്ല. പെരസിൻ്റെ മകൻ എന്തൊക്കെയൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, എന്നാലും വായിക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? അത് വെറുതെ കുറിച്ച് വെച്ചിരിക്കുന്നതല്ല. അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ, ഒരിക്കലും അവസാനിക്കാത്ത രാജ്യത്വത്തിൻ്റെ അവകാശിയായ യേശുവിൻ്റെ രാജപരമ്പരയാണത്. ദൈവപിതാവിൻ്റെ ഉന്നതമായ പദ്ധതിയുടെ മുഴുവൻ പൂർത്തീകരണത്തിൻ്റെ വഴി തുറക്കുന്ന കാര്യം പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് ഇനി ആ വംശാവലി വായിക്കുമ്പോഴത്തേക്കൊരു ക്ഷീണം ഉണ്ടാവരുത്. അതൊരാളിലേക്ക്, ഒരിക്കൽ അവസാനിക്കാത്ത രാജാവിലേക്കുള്ള യാത്രയാണത്. ഹല്ലേലൂയ. അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനം എന്താണ്? ഒരിക്കൽ കൂടി പറയാം, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട്. ഒന്നുകൂടെ പറഞ്ഞ, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അടുത്ത വചനം പ്രിയപ്പെട്ടവർ, അത് ദാവീദിന് അബ്രാഹത്തിൽ നിന്ന് സന്തതി പരമ്പര മുമ്പോട്ട് പോയി. നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ പുത്രൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ പുത്രൻ യാക്കോബ്, യാക്കോബിന് വീണ്ടും 12 മക്കൾ. ആ മക്കളിൽ വീണ്ടും യൂദായുടെ ആ വംശപരമ്പരയിലൂടെയാണ് രാജപരമ്പര പോകുന്നത്. ആ യൂദായുടെ പരമ്പരയിലാണ് ദാവീദ് പിറക്കുന്നത്. ദാവീദ് മുതലാണ് ശരിക്ക് ഇസ്രായേലിൻ്റെ മഹത്വപൂർണമായ ആ രാജ്യത്വത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ദാവീദിന് ഒരു വാഗ്ദാനം ദൈവം കൊടുത്തു. ആ വാഗ്ദാനമാണ് നമ്മൾ വായിക്കുന്നത്. 2 സാമുവേൽ 7:16 ആ വചനം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വായിക്കാവോ? നിന്റെ കുടുംബവും രാജത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഒന്നുകൂടി പറയാവോ? നിന്റെ കുടുംബവും രാജത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ഇത് പൂർത്തീകരിക്കപ്പെടുന്ന സമയമാണ്. ലൂക്കായുടെ സുവിശേഷം 1:32-33. ദാവീദിൻ്റെ നേരെയുള്ള മകൻ്റെ രാജത്വം എത്ര കാലം നീണ്ടു എന്ന് നമുക്കറിയാം. അത് സോളമനാണ്. കുറച്ച് വർഷങ്ങൾ നീണ്ടു. അതിനുശേഷം തൊട്ടടുത്ത രാജാവ് സോളമൻ്റെ മകൻ റഹോബോവാമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന വളരെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു പദം തന്നെ നമ്മളെ, ഇത്രയും വലിയ ബുദ്ധിയുള്ള ജ്ഞാനമുള്ള സോളമന് പറഞ്ഞ ആ മകനെക്കുറിച്ച് പറയുന്നത് വിവേകം ഇല്ലായ്മയിൽ ഒന്നാമൻ, അല്ല വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകം ഇല്ലായ്മയിൽ അങ്ങനെ അതിൽ മത്സരമായിരുന്നു, വിഡ്ഢിത്തത്തിലും വിവേകം ഇല്ലായ്മയിലും. അപ്പോൾ ആ മക്കളിൽ നിന്ന് ആരുമല്ല നിലനിൽക്കുന്ന എന്നേക്കുമുള്ള രാജാവ് വരുന്നത്. ആ വംശ പരമ്പരയെ ദൈവം കാത്തു സൂക്ഷിച്ചു. അവിടെ പ്രിയപ്പെട്ടവരെ, ആ വംശ പരമ്പരയിൽ ആ രാജാവിൻ്റെ ജന്മനാട്ടിൽ ബെത്ലഹേമിൽ ഒരു പാവപ്പെട്ട ശിശു പിറന്നു. ആ ശിശുവാണ് യഥാർത്ഥ രാജാവ്. ആ രാജാവിലേക്ക് എത്തിയ പ്രവചനമാണ് നമുക്കിനി വായിക്കാനുള്ളത്. അത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 32-33 ഒന്നിച്ചൊന്ന് ഏറ്റു പറയണം. ആ രാജാവിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് നമ്മളെങ്കിൽ, ആ രാജ്യത്വത്തിൻ്റെ കീഴിൽ ജീവിക്കാനുള്ള ഭാഗ്യമാണ് ക്രിസ്ത്യാനി നമുക്ക് കിട്ടിയതെങ്കിൽ, ആ രാജാവിനെ ഓർത്ത് അഭിമാനിക്കുക മാത്രമല്ല, ആ രാജ്യത്വത്തിൽ എങ്ങനെ കൂടുതൽ സജീവമായി ജീവിച്ച് എന്നേക്കുമുള്ള അവൻ്റെ രാജ്യത്വത്തിൻ്റെ പങ്കാളികൾ എങ്ങനെ ആകാമെന്നുകൂടി നമ്മൾ ഗൗരവമായിട്ട് ധ്യാനിച്ചുകൊണ്ട് വേണം ഈ രാത്രിയിൽ നമ്മുടെ ദൈവാരാധന അവസാനിപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മഹത്വപൂർണമായ രാജാവിനെക്കുറിച്ചുള്ള വലിയ പ്രവചനം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദൂതനായ ഗബ്രിയേൽ പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകിയത് നമുക്കൊന്ന് ഒന്നിച്ചേറ്റ് പറയാം.
ആ വചനം ഏറ്റുപറയുമ്പം പ്രിയപ്പെട്ട ആ കൃപ നമ്മളിലേക്ക് ഒഴുകട്ടെ. നമുക്കൊന്നിച്ചെന്ന് ഏറ്റുപറയാം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അതൊന്നുകൂടി ഒന്ന് പറഞ്ഞേ. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രിയപ്പെട്ടവരെ, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ നമ്മൾ വെളിപാടിൻ്റെ പുസ്തകമാണല്ലോ അവസാനിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ച് തരുന്ന വളരെ പ്രധാനപ്പെട്ട വചനം നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ കൃപയുടെ പുസ്തകം. അതിലൊന്ന് എടുക്കാമോ? വെളിപാട് പുസ്തകം 5-ാം അധ്യായം ഒന്ന് എടുക്കുക. 5-ാം അധ്യായം വെളിപാട് 5 എടുക്കുക. വിശുദ്ധ ബൈബിളിലെ വെളിപാട് എടുക്കാനാണ് ഏറ്റവും എളുപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉൽപ്പത്തിയും. കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെളിപാടെങ്കിലും തെറ്റാതെ ഒന്ന് എടുക്കണം. ബൈബിൾ കീറാതെ നോക്കണം. ആവേശത്തിൽ എടുക്കുമ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെളിപാടിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം. വെളിപാടിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം. അതിൻ്റെ 6 മുതലുള്ള തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് അതിൻ്റെ 5 മുതൽ നമുക്ക് വായിക്കാം. വെളിപാട് പുസ്തകം 5-ന്റെ 5 മുതൽ ശ്രദ്ധിച്ച് നമുക്ക് അച്ഛൻ വായിക്കാം. നിങ്ങൾ കൂടെ പറയണമെന്നില്ല, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുളു നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെ മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ 7 കൊമ്പുകൾ 7 കണ്ണുകളുമുണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനത്തിൻ്റെ വലത് കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി. അവനത് സ്വീകരിച്ചപ്പോൾ 4 ജീവികൾ 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്, കാരണം നീ വധിക്കപ്പെടുകയും, ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട, കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വെളിപാട് ഗ്രന്ഥത്തിലെ ഈ യൂദാ വംശത്തിലെ നിലനിൽക്കുന്ന എന്നേക്കുമുള്ള രാജാവിൻ്റെ വാഴ്ചയെക്കുറിച്ച് പങ്കുവെക്കുമ്പം അത് നമ്മുടെ കർത്താവാണെന്ന് അറിയുമ്പോൾ ഒരു ആശ്വാസമുണ്ടോ? ഇനി ഏതാനും കൊച്ചു കാര്യം കൊണ്ട് പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കാം. ഒന്ന് ശ്രദ്ധിക്കണം, വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ രാജാവിനെക്കുറിച്ച് നമ്മൾ അറിയുമ്പം നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം നമ്മളവനെ ഒന്നാമതായി സ്നേഹിക്കുക. കാരണം അവൻ സ്നേഹിച്ച് മതിയാകാത്ത ഒരു രാജാവാണ്. സ്നേഹിച്ച് മതിയാകാഞ്ഞിട്ട് അവൻ എന്താ ചെയ്തത്? അവൻ കുരിശിൽ അവനിങ്ങനെ കൈ വിരിച്ച് കിടക്കുന്ന കർത്താവിനെ കണ്ടിട്ട് അഗസ്തീനോസ് പുണ്യവാന് തോന്നിയത് ഇത്രയും കർത്താവ് കൈവിരിച്ചത് എന്നെ വാരി പുണരാൻ വേണ്ടിയാണെന്ന്. കർത്താവ് ഇങ്ങനെ 3-4 മണിക്കൂർ കൈവിരിച്ചിങ്ങനെ കിടന്നു കേട്ടോ. എന്തിനു വേണ്ടിയാ? ദേ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും ഇപ്പം ഈ സമയത്ത് ലോകത്തിൻ്റെ പല ദിക്കുകളിലിരുന്നു കൊണ്ട് കർത്താവായ മിശിഹായുടെ രാജ്യത്വത്തെക്കുറിച്ച് ഈ കർത്താവിൻ്റെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, പ്രിയപ്പെട്ട ചേട്ടാ, ചേച്ചി, നിന്നെയും എന്നെയും ഒക്കെ ഇങ്ങനെ വാരി പുണരാൻ വേണ്ടിയാണ് കർത്താവായ മിശിഹ ഇങ്ങനെ കൈവിരിച്ച് നമുക്ക് വേണ്ടി രക്ഷകനായതെന്ന് നമ്മൾ തിരിച്ചറിയാനാണ് അഗസ്തീനോസ് പറയുന്നത്. അവൻ മരിക്കുമ്പം അവൻ്റെ തല ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് അവൻ തൻ്റെ ആത്മാവിനെ പിതാവിന് സമർപ്പിക്കുമ്പം അവൻ്റെ ശിരസ് ഇങ്ങനെ താഴേക്ക് വരുന്നത് എന്നെ ചുംബിക്കാനാണെന്നാണ് അഗസ്തീനോസ് പറയുന്നത്.
അവൻ്റെ ചങ്ക് അവൻ നമുക്ക് വേണ്ടി തുറന്നു തന്നപ്പം അത് അഗസ്തീനോസ് കണ്ടിട്ട് അഗസ്തീനോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ചങ്ക് തുറന്നിരിക്കുന്നത് അഭയം നഷ്ടപ്പെട്ട എനിക്ക് എൻ്റെ ദൈവം വാതിൽ തുറന്നു തന്നിരിക്കുക. നിനക്കെപ്പോഴും എൻ്റെ ചങ്കിൽ സ്ഥാനമുണ്ടടാ. നിന്നെ ചങ്കിൽ നിന്ന് ആരും മുറിച്ച് കളഞ്ഞാലും നീ ഒരു കറിവേപ്പില പോലെ ഇന്ന് വീടിന് ഒരു ഉപകാരമില്ലാത്തൊരു ജന്മമായി ഇങ്ങനെ മാറിപ്പോയാലും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന തുറക്കപ്പെട്ട ഹൃദയം, അത് സ്നേഹത്തിൻ്റെ ഒരിക്കൽ അവസാനിക്കാത്ത സ്നേഹപ്രവാഹം, നിലയ്ക്കാത്ത സ്നേഹപ്രവാഹമാണ് പ്രിയപ്പെട്ട ഈ രാജാവിൻ്റെ ചങ്കിൽ നിന്ന് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ അൾത്താരയിൽ ഒഴുകുന്നത് കേട്ടോ. അൾത്താരയിൽ പ്രിയപ്പെട്ടവരെ ഓരോ കുർബാനയിലും ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, സ്നേഹപ്രവാഹം. ഓരോ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അറിയണം, ഈ ലോകത്തിൽ രക്ഷകൻ തൻ്റെ സ്നേഹം വിളമ്പിക്കൊണ്ടിരിക്കുക. അത്രയും സ്നേഹിക്കുന്ന ഒരു കർത്താവ് രാജാവായി ഭരിക്കുന്ന ഒരു ജനത സങ്കടപ്പെട്ടും ദുഃഖിച്ചും വേദനിച്ചും ആരുമില്ലേ എന്നുള്ള ദീർഘവിലാപങ്ങളുടെയും നിശ്വാസങ്ങളിലൂടെയും കടന്നു പോകരുതിരി. നമുക്കാരുമില്ലാത്ത സമയങ്ങൾ ലോകത്തിൽ മനുഷ്യരിൽ നിന്നുണ്ടാകും. നമ്മൾ ആരെല്ലാം ഉള്ളവരാണെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്ക് അന്യരാകുന്ന സമയങ്ങൾ വരും. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമ്മളുടെ അടുക്കലേക്ക് കൈയെത്താൻ പറ്റാത്ത കാലങ്ങൾ വരും. ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് മാറിപ്പോകേണ്ട കാലങ്ങൾ വരാം. അങ്ങനെയൊക്കെ വന്നാലും പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും അന്യനല്ലാത്ത ഒറ്റ ഒരാൾ ആരാ? അത് ഈ രാജാവും കർത്താവുമായ യേശു മാത്രമാണ്. ഞാൻ ഈ കഴിഞ്ഞ ഇടയിൽ ഒരു മൃതസംസ്കാര ശുശ്രൂഷ നിർവഹിച്ചപ്പം ഞാനുള്ളത് ഇപ്പോൾ കുമരകത്താണ്. അവിടെ ഞാനൊരു പള്ളിയുടെ കൊച്ചു പള്ളിയുടെ വികാരിയച്ഛനുമാണ്. അവിടെ വെള്ളം ഒത്തിരി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കല്ലറകൾക്ക് ആകെ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ കല്ലറയാവും. കാരണം ഇച്ചിരൂടെ കുഴിച്ചാൽ വെള്ളം ഇങ്ങനെ ഒഴുകി നിറഞ്ഞു വന്നിട്ട് പിന്നെ നമുക്ക് ബോഡി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അല്പം ഒന്ന് മണ്ണ് മാറ്റി ചെറിയ ഒരു സൗകര്യത്തിലെ മൃതശരീരങ്ങൾ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് കണ്ട് ശീലിച്ച് നല്ല കരപ്രദേശത്തുള്ള ഒരു കല്ലറയുള്ള സ്ഥലത്ത് ഞാൻ ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോയപ്പം ഈ കുഴിയിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി. ഭയങ്കര ആഴം പോലെ എനിക്ക് തോന്നി, വലിയ കിണറിലേക്ക് നോക്കുന്ന പോലെ തോന്നി. കാരണം അവസാനത്തെ ഈ അന്നമ്പള്ളം തളിച്ച് മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സഹോദരനോട് ചോദിച്ചു, ഇവിടെ ഈ കല്ലറയ്ക്കൊക്കെ ഭയങ്കര കുഴിയാണല്ലോ. അപ്പോൾ അവൻ വളരെ നോർമലായിട്ട് പറഞ്ഞു, അതെല്ലായിടത്തും ഉള്ളതല്ലേ അത്. ഇത് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാൻ കാണുന്ന കല്ലറ ഇങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കൊച്ചു വിചാരം ഞാൻ പറയുകയാണ്. നമ്മളെല്ലാം പോയി കിടക്കേണ്ട സ്ഥലമാണ്, പക്ഷേ പേടിയില്ലാതെ അവിടെ കിടക്കേണ്ട ചേച്ചിയെ. ഇതൊക്കെ പറഞ്ഞ് രാത്രിയെ ഇത്രയും മോശമാക്കണമെന്നായിരിക്കും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ അവിടെ ഓർക്കണം പ്രിയപ്പെട്ടവർ, ഞാൻ വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു വചനം പറയാം. പേടിയില്ലാതെ കിടക്കാം ചേട്ടാ, പേടിയില്ലാതെ കിടക്കാം. കാരണം എന്താ? നമ്മുടെ കൂടെ ആരുണ്ട്? ഈശോ ഉണ്ട്. കാരണം നമ്മൾ ഓരോ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നത് എന്താ? അവൻ ഞങ്ങളുടെ കർത്താവാണ്, അവൻ ഞങ്ങളുടെ രാജാവാണ്, അവൻ ഞങ്ങൾക്ക് വേണ്ടി രക്ഷ നേടിത്തന്നു, ആ രക്ഷയിൽ ഞങ്ങൾ പങ്കാളികളാകും, ഞങ്ങളുടെ ഈ ശരീരം ഉയിർപ്പിക്കപ്പെടും. ഇതിനെ കുഴിയിലാക്കിയിട്ട് പോകാൻ ആർക്കും പറ്റത്തില്ല, ഇത് ഉയിർപ്പിക്കപ്പെടും. അത്രയും ഉറപ്പുള്ള ശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്നാ കണ്ടാ പേടിക്കുന്നത്? ഈ കുഴി കണ്ട് പേടിക്കണോ? അല്ലെങ്കിൽ പേടിക്കണം കേട്ടോ. എല്ലാവരും പോയി കഴിയുമ്പോഴേ പേടിക്കണം. പക്ഷെ ഇത് പേടിക്കണ്ട, നമുക്കൊരു രാജാവുണ്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഏറ്റവും വിലപ്പെട്ടതിന് അത്രയും സമയവും വിലയും കൊടുക്കുന്നില്ല എന്ന ഒരു കുറവ് നമ്മൾ ഇത്രയും വിശ്വാസത്തിൻ്റെ ആഴം അറിഞ്ഞവരായിട്ട് നമുക്കില്ലേ എന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ന് കൺവെൻഷൻ പന്തലുകളിലൊക്കെ ആൾക്കൂട്ടം കൂടുന്നുണ്ട്. എല്ലാം കൂടുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഏതൊക്കെയോ ചില കാര്യങ്ങളിലൂടെ സ്പീഡിൽ നടക്കണം. സ്പീഡിൽ നടക്കാൻ വേണ്ടി എന്തോ പ്രത്യേക പ്രാർത്ഥന ഇറക്കി അന്നേരം അവിടെ പെട്ടെന്ന് ഇവിടെ കൂടിയവരെല്ലാം അങ്ങോട്ട് ഓടിപ്പോവും. അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി വീണ്ടും ഇവിടെ പുതിയ പ്രാർത്ഥന എഴുതും. ഇതെല്ലാം കൂടെ ചൊല്ലി നമ്മുടെ പിള്ളേരൊരു പരുവത്തിലുമായി. ചില പ്രാർത്ഥന അങ്ങ് ചൊല്ലി തുടങ്ങിയാൽ പിന്നെ
പിള്ളേരിങ്ങനെ ഇരിക്കുക, ഇത് തീരുമോ അമ്മച്ചിയെ? ഇല്ലടാ, 2 പുസ്തകം കൂടെ കിട്ടിയിട്ടുണ്ടെന്ന്. അതോടെ അവൻ ഒരു കാര്യം തീരുമാനമാക്കി, ഇനി ആ കാര്യം നടന്നില്ലേലും വേണ്ട, ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടൊരു കാര്യം നടക്കണ്ടെന്ന് അവൻ വിചാരിച്ചെന്ന് തുടങ്ങും. ഞാൻ ഒന്നിനും പരിഹസിച്ചതൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി പോകുന്ന ഒരു വിശ്വാസി ഗണമായിട്ട് താന്നു പോകരുത്. നമുക്കിങ്ങനെ കൊച്ചിനെ IELTS അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ പരീക്ഷകളൊക്കെ വെച്ചിട്ട് അതിനെ വിദൂരത്തിലേക്ക് മാത്രം കയറ്റി വിട്ടാൽ മതിയോ അമ്മ? എന്നിട്ട് വല്ല സമാധാനം കിട്ടുന്നുണ്ടോ ഈ കുഞ്ഞിന്? അതിനുവേണ്ടി മാത്രം തിരക്ക് കൂടിയിട്ട് അതെല്ലാം കൂടെ വിളിച്ചു പറയുന്ന സങ്കേതങ്ങളിലേക്ക് നെട്ടോട്ടം ഓടിയിട്ട് നമ്മളൊരു പരുവക്കേടുള്ള വിശ്വാസികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിശ്വാസത്തിന് വീര്യവും വിലയും വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വത്തിൻ്റെ മഹത്വപൂർണ്ണമായ ഒരു വഴിയിലേക്കൂടെ നമ്മുടെ വിശ്വാസം നമ്മളെ ഉയർത്തണം. യേശു ക്രിസ്തു ആഴത്തിൽ സ്നേഹിച്ചതും കർത്താവ് നമുക്ക് വേണ്ടി നേടുത്തുന്ന രക്ഷയും നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന, നമ്മളെ നിത്യജീവിതത്തിൻ്റെ പങ്കാളികളാക്കുന്ന, അവൻ്റെ മഹത്വപൂർണ്ണമായ ജീവിതത്തിൽ പങ്കുചേരാനുള്ള അഭിഷേകം തരുന്ന, വിശുദ്ധി ജീവിക്കാൻ സഹായിക്കുന്ന, മഹിമയുള്ള ഒരു ജീവിതത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുന്ന, കൃപയുടെ ഒരു ജീവിതത്തിൻ്റെ മഹത്വത്തിലേക്കാണ് ദൈവം വിളിച്ചത്. ഈ ഭൂമിയുടെ ഭൗതിക സമ്പത്തും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്ന ആത്മീയതയല്ല കർത്താവായ മിശിഹ കുരിശുമരണത്തിലൂടെ നേടിത്തന്ന രക്ഷയുടെ വിശേഷം. നിങ്ങൾ അപ്പസ്തോലന്മാർ ഏറ്റുപറഞ്ഞ വിശ്വാസം പങ്കുവെച്ച പുസ്തകം നന്നായിട്ട് വായിച്ചേ, ലേഖനങ്ങൾ വായിച്ചേ, ധ്യാനിച്ചേ. അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ സമൃദ്ധിയുടെയും സൗഭാഗ്യങ്ങളുടെയും കൊടുമുടിയിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഇങ്ങനെ കരം നീട്ടുന്ന ഒരു കർത്താവിനെ കുറിച്ചാണോ അവിടെ അവർ പറയുന്നത്? അവർ ജീവിച്ചതും മരിച്ചതും ഒക്കെ പ്രിയപ്പെട്ടവരെ ഈ അപ്പന് വില കൊടുത്തോണ്ട, വചനത്തിന് വില കൊടുത്തോണ്ട. അത് ജീവിക്കാനുള്ള തത്രപ്പാടായിരുന്നു അവരെ. ഒരു വചന സ്വീകരണത്തിന് ശേഷം അവർ ഓടുന്നത് വീണ്ടും നേട്ടങ്ങൾ കൊയ്യാനല്ല, ആ കർത്താവിന് വേണ്ടി ജീവിക്കാൻ, അവനുവേണ്ടി ത്യാഗം എടുക്കാൻ, അവനുവേണ്ടി മരിക്കാൻ. അത്തരൊരു പ്രകാശം ഒന്നും ഇന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രിയപ്പെട്ടവർ നമ്മൾ എങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഓട്ടം നിലയ്ക്കണം, കർത്താവിൽ ഉറയ്ക്കണം. നമ്മൾ കർത്താവിൽ ഉറയ്ക്കണം, വചനത്തിൽ ആഴപ്പെടണം. വിശ്വാസത്തിൻ്റെ ചൈതന്യം, വിശ്വാസത്തിൻ്റെ ശക്തി ചോർന്നു പോകാൻ പാടില്ല. ഈ ഒരു പുതുവർഷം നമുക്ക് തരേണ്ട വലിയ ബോധ്യമാണ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നിർവഹിച്ച മഹാസ്നേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം എന്നെ ആഴമായ സ്നേഹത്തിലേക്ക്, ഉറപ്പിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത് അത് വിശ്വാസത്തിനൊരു തീർത്ഥാടനം ചെയ്യാനായിരിക്കണം. വിശ്വാസം ഈ ഭൂമിയിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വരുമ്പം വിശ്വാസം കണ്ടെത്തുവോ? എണ്ണമൊക്കെ കാണും, ക്രിസ്ത്യാനികളുടെ എണ്ണം കാണും, പള്ളിയും കാണും, ധ്യാനകേന്ദ്രങ്ങളും കാണും, പക്ഷെ വിശ്വാസം കണ്ടെത്തുവോ? ഒരു റിയൽ ചോദ്യമാണ് പ്രിയപ്പെട്ട. ഈശോ ചോദിച്ച ചോദ്യമാണ്. നമ്മളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. ദ റിയൽ ഫെയ്ത്ത്, അത് ആഴപ്പെട്ട വിശ്വാസം നമ്മളെ നയിക്കേണ്ടത് ആഴമുള്ള സ്നേഹത്തിലേക്കാണ്. ആഴമുള്ള സ്നേഹം നമ്മളെ നയിക്കേണ്ടത് ശിഷ്യത്വത്തിലേക്കാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിൻ്റെ സുവിശേഷം പങ്കുവെക്കാൻ, യേശുവിൻ്റെ സുവിശേഷത്തിലൂടെ യേശുവിനോടുള്ള ആഴമായ സ്നേഹത്തിലേക്ക് അനേകരെ എത്തിക്കാൻ കർത്താവായ മിശിഹ നമുക്ക് വേണ്ടി നേടിത്തന്ന പാപത്തിൽ നിന്നുള്ള രക്ഷയാണ് കുരിശുമരണത്തിൽ കർത്താവ് നേടിത്തന്നത്. തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നുള്ള രക്ഷ, നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്ന മഹിമയുള്ളൊരു ജീവിതത്തിൻ്റെ അഴകുള്ളൊരു ആത്മാവായിട്ട് രൂപാന്തരപ്പെടാനുള്ള അനുഗ്രഹം, ആത്മാവിനെ വിശുദ്ധീകരിക്കാനുള്ള അഭിഷേകം, ഈ ശരീരത്തെ വീണ്ടും വീണ്ടും അതിൻ്റെ മോടി കൂട്ടാൻ, അതിൻ്റെ അഴക് കൂട്ടാൻ, അതിൻ്റെ സമ്പത്ത് കൂട്ടാൻ, അതിനു വേണ്ടിയുള്ള വിശുദ്ധീകരണത്തിൻ്റെ വഴിയല്ല കർത്താവ് നമുക്ക് തന്നത് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ വിശദീകരണങ്ങളല്ല നമുക്ക് തന്നത്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം. ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലൂടെ മനസ്സിൻ്റെ നവീകരണം, മനസ്സിൻ്റെ നവീകരണത്തിലൂടെ ശരീരത്തിൻ്റെ ആ വലിയ വിശുദ്ധി, അത് കർത്താവ് നമുക്ക് തരും പ്രിയപ്പെട്ടവരെ. നമ്മളൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈശോ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഇതിങ്ങനെ ശക്തമായിട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ മക്കളുടെ കാര്യമൊന്നും ഇനി പ്രാർത്ഥിക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞിട്ടുണ്ട് വളരെ ഗൗരവമായിട്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും തേടുക, ബാക്കിയുള്ളത് ഞാൻ തന്നോളാന്ന്, ഞാൻ കൂട്ടിച്ചേർത്തോളാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് വലതുകരം ഇങ്ങനെ ഒന്ന് യാചനാരൂപത്തിലൊന്ന് പിടിച്ച്, നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലേക്ക് പ്രാർത്ഥന വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും മാത്രമാവാതെ അവരുടെ ആത്മാക്കളൊന്ന് വന്നിട്ട്, മക്കളെ ഓർക്കുമ്പോൾ ആദ്യം വരേണ്ടത്
ഈശോയെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ആത്മാവിനെ അങ്ങ് നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ കൊച്ചു മകന്, എൻ്റെ കൊച്ചു മകൾക്ക്, എൻ്റെ മകന്, എൻ്റെ മകൾക്ക്, എൻ്റെ ആത്മാവിന് കർത്താവെ മഹനീയമായ സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള ഒരനുഗ്രഹത്തിൻ്റെ ഒരു തുടർയാത്രയുണ്ടല്ലോ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു മഹിമയുടെ രാജ്യത്വം അങ്ങേക്ക് എനിക്ക് തരാനുണ്ടല്ലോ. ഒരു വചനം കൂടി പ്രിയപ്പെട്ടത്, ഇത് നിങ്ങൾ ഈ കരങ്ങളിങ്ങനെ യാചനാരൂപത്തിൽ പിടിക്കുമ്പം നമ്മൾ ഓർക്കേണ്ട വളരെ വിലപ്പെട്ട ഒരു വചനം പ്രിയപ്പെട്ടവരെ, അത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നൊരു വചനമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ അതിങ്ങനെയാണ് വചനം. ഒന്നിച്ചേറ്റ് പറയാമോ? ഒന്നിച്ചൊന്ന് ഏറ്റു പറയാം. നിശാദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവന്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജത്വം അനശ്വരമാണ്. പ്രിയപ്പെട്ട, ഇനി കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചേ. ഈ മൊമെന്റ്സിൽ നമ്മൾ സ്വീകരിക്കേണ്ട വലിയൊരു കൃപ, വാനമേഘങ്ങളിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരാനിരിക്കുന്നുണ്ട്. അവൻ നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഈശോയോട് ഐക്യം പ്രാപിച്ച്, ഈശോയോട് വചനം പറയുന്ന റോമാലേഖനം 8:1, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി തീഷ്ണതയോടെ ഈ ഒരു വർഷം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതും ശ്രദ്ധയൂന്നേണ്ടതും നമ്മുടെ ആത്മാവിൻ്റെ ഒരു വിശുദ്ധീകരണത്തിനും വീണ്ടെടുപ്പിനും നവീകരണത്തിനും വേണ്ടി ആകണം എന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളുടെ അവസ്ഥയെക്കുറിച്ച് ആർ യു റിയലി വറീഡ്? ആർ യു റിയലി ക്രൈയിങ്? ആർ യു റിയലി കൺസേൺഡ് ഓഫ്? നിങ്ങൾക്കൊരു വിചാരമുണ്ടോ? നിങ്ങൾക്കൊരു ശ്രദ്ധയുണ്ടോ? ഒരു ആശങ്കയുണ്ടോ? അതിനെ ഇങ്ങനെ രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് കയറ്റിവിടുന്ന കാര്യത്തെക്കുറിച്ചല്ലാതെ, അതിനെ ഇങ്ങനെ പഠിത്തത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടത്തിവിടുന്നതിനെക്കുറിച്ചല്ലാതെ, അതിനെ ഇങ്ങനെ സാലറിക്കാരിയായിട്ട് അതിനെ ഇങ്ങനെ കെട്ടിച്ചു വിടുന്ന കാര്യത്തെക്കുറിച്ചല്ലാതെ, പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട അപ്പ, അതിൻ്റെ ആത്മാവിനെക്കുറിച്ചൊരു ആശങ്ക ഈ അപ്പനുണ്ടോ, അമ്മയ്ക്കുണ്ടോ? അങ്ങനെ ഒരു ആശങ്കയോടെയുള്ള കരച്ചിലുണ്ടോ? ആ കരച്ചിലിനാണ് 1-ാം സ്ഥാനം കൊടുക്കേണ്ടതെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഈ 2026 നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ആത്മാവിന്, എൻ്റെ മക്കളുടെ ആത്മാവിന്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന് 1-ാം സ്ഥാനം. അത് കൊടുത്തു കഴിയുമ്പം അത് മനസ്സിൻ്റെ നവീകരണമായി, ശരീരത്തിൻ്റെ വിശുദ്ധീകരണമായി മാറുമ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ദൈവം തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ കാലമായിട്ട് പ്രിയപ്പെട്ടവർ സ്നേഹത്തിൽ അച്ഛൻ പറയുകയാണ്, കുറേ കാലമായിട്ട് നമ്മുടെ ആത്മീയതയുടെ ഒരു ശൈലി പോകുന്നത്, കുറേ കാലമായിട്ട് പോകുന്നത് ഒരു ലൗകായത്വത്തിൻ്റെ ആ ഒരു സ്വാധീനങ്ങളിലാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റാത്ത വിധം അത് പറയേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാനൊരു ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യം പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ കർത്താവിന് നമ്മൾ ചെയ്യുന്നത് മഹത്വമുള്ള കാര്യം ആയിരിക്കുകയില്ല. എൻ്റെ ധ്യാനകേന്ദ്രത്തിൽ ആൾ കയറാൻ വേണ്ടി ഞാനിങ്ങനെ ഈ ശരീരത്തിന് ഗുണം കിട്ടുന്നതും ഭാവിക്ക് ഗുണമെന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം, ഇത്രയും പ്രാർത്ഥിച്ചാൽ ഇത്രയും ഗുണം, ഇത്രയും ഗുണം, ഇത്രയും ഗുണം, അത് തന്നെ പറഞ്ഞ് ക്രിസ്തുവിനെ ഒരു വിൽപ്പന ചരക്കാക്കുന്ന ഒരു സ്വാധീനത്തിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നതെങ്കിൽ എൻ്റെ ശുശ്രൂഷകളെ ദൈവം തുപ്പിക്കളയും. നിൻ്റെ ശുശ്രൂഷ കൊണ്ട് എൻ്റെ കുരിശു മരണത്തിന് ഒരു വിലയില്ല എന്ന് പറയും. ഞാൻ നേടിത്തന്ന രക്ഷയുടെ മഹനീയതയല്ല നീ പറഞ്ഞതെന്ന് പങ്കുവെച്ചതെന്ന് പറയും. പാപിയും ബലഹീനരുമായ നമ്മൾ പ്രിയപ്പെട്ടവരെ, അത്രയും മഹത്വമുള്ള ഒരു വാക്ക് യേശുവിനെ കുറിച്ച് പറയാൻ പോലും യോഗ്യതയുള്ളവരല്ല.
അത്രമേൽ വിലയുള്ള നമ്മുടെ ദൈവത്തിൻ്റെ മഹിമയെ നമ്മൾ ധ്യാനിക്കണം. ഈ വർഷം അവൻ്റെ രക്ഷയെ ധ്യാനിക്കണം. കുരിശിലേക്ക് നമ്മൾ നോക്കുമ്പം കുരിശിൽ അവൻ രാജാവായി അവൻ തന്നെ നമുക്ക് നൽകുമ്പം, കുരിശു മരണത്തിൽ അവൻ പെടയുമ്പോഴില്ല, ചങ്ക് മുറിഞ്ഞ് അവൻ നമുക്ക് വേണ്ടി അവൻ്റെ ഓരോ തുള്ളി രക്തവും മണ്ണിലേക്ക് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നൽകുമ്പം, പ്രിയപ്പെട്ടവരെ, പാവത്തെയാണ് അവൻ ഒന്നാമത് തോൽപ്പിച്ചത്, പിശാചിനെയാണ് തോൽപ്പിച്ചത്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ യാചനകളും നമ്മുടെ വചന പഠനങ്ങളും പാവത്തെ തോൽപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടോ? തിന്മയുടെ സ്വാധീനങ്ങളിലും ബന്ധനങ്ങളിലും നമ്മളെ മോചനം പ്രാപിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ട, നമുക്ക് ചില ഗുണകരമായ കാര്യങ്ങൾ മാത്രം നേടിത്തന്നുകൊണ്ട് നമ്മൾ ഇത്രയും പ്രാവശ്യം ബൈബിൾ എഴുതി, അന്നേരത്തേക്ക് നമ്മൾ ഈ വചനം എഴുതിയപ്പോഴത്തേക്ക് നമുക്ക് ആ ഗുണം കിട്ടിയെന്ന് പറഞ്ഞ് ആ വഴിയെ മാത്രം പോയാൽ, പ്രിയപ്പെട്ടവരെ, രക്ഷകൻ്റെ വിലപ്പെട്ട കാര്യം നമ്മുടെ സ്വന്തം ആവുന്നില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ആഴമായൊരു ആത്മീയതയിലേക്ക് നമ്മൾ മടങ്ങി വരണം. ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നൈർമല്യത്തിൻ്റെയും ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട ഒരു ജീവിതത്തിൻ്റെയും സുവിശേഷം പ്രസംഗിക്കാനുള്ള ആത്മീയ ദൗത്യങ്ങളുടെയും ഉന്നതമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് മടങ്ങി വരാൻ രാജാവും കർത്താവുമായ ഈശോ എന്നെ നിങ്ങളെയും ഈ 2026 സഹായിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഈശോ നമുക്ക് വേണ്ടി നേടിയ രക്ഷയെക്കുറിച്ച് പങ്കുവെക്കാനും ധ്യാനിക്കാനും ചിന്തിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിച്ചത്. നമുക്ക് ഈ രാവിൽ കർത്താവിൻ്റെ വലിയ സഹായം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമുക്ക് മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ രക്ഷയുടെ അനുഗ്രഹമാണ് ഈ ദൈവവചനം. അതിൽ തന്നെ സുവിശേഷങ്ങളും അപ്പസ്തോല പ്രവർത്തനങ്ങളും ലേഖനങ്ങളും ഒക്കെ. പ്രിയപ്പെട്ടവരെ, ഈ 2026 നമ്മൾ ഗാഢമായി വിശ്വാസത്തിൻ്റെ ഒരു അഭിഷേകം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, കർത്താവെ, ശാന്തമായിരുന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞത് പഠിക്കാൻ, ധ്യാനിക്കാൻ, ചിന്തിക്കാൻ, അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ എന്നെയും മക്കളെയും സഹായിക്കണേ. അതുവഴി ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിന് ആവശ്യമായതെല്ലാം അങ്ങ് തരുമെന്ന് ഉറപ്പായി വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ഞങ്ങളെ ഈ ഭൂലോകത്തിൽ പട്ടിണി കിടുന്നവനല്ല ഞങ്ങളുടെ ദൈവം. ഞങ്ങളെ പരിപാലിക്കാനും കരുതാനും അവന് കഴിവുണ്ട്. പക്ഷേ ഞങ്ങളുടെ കർത്താവിനെ സ്നേഹിക്കുമ്പം, കർത്താവെ, അതിനുവേണ്ടി ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറ്റരുത്. ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ കർത്താവിനെ ആദ്യം സ്നേഹിക്കാനും ആ കർത്താവ് എന്താണോ അധികമായിട്ട് ഞങ്ങളുടെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഞങ്ങൾ എന്നും ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച കർത്താവിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മക്കൾ വിളിക്കട്ടെ. ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം നൽകണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നാഥാ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. തുടർന്ന് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്.